സുഹൃത്തുക്കളെ, നമ്മുടെ ഡിവൈൻ പൊളിറ്റിക്സിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ് ഇന്നിപ്പോൾ ചെയ്യുന്നത്. ഡിവൈൻ പൊളിറ്റിക്സ് എന്ന യൂട്യൂബ് ചാനൽ ഒരു സാഹസ സംരംഭമാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഇന്ത്യയെക്കുറിച്ചുള്ള ഞങ്ങളുടെ സങ്കല്പങ്ങൾ, കേരളത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ, അത് നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ചിന്താഗതികളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. BJP-യുടേതോ കോൺഗ്രസിൻ്റേതോ അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടേതും അല്ല, സോഷ്യലിസ്റ്റുകളുടേതും അല്ല. നമ്മൾ മാറി ചിന്തിക്കണം, മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 78 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലോകത്തിലെ ഏറ്റവും ദരിദ്രത ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന അന്താരാഷ്ട്ര മാനഹാനിയും നാണക്കേടും പേര് നടക്കുകയാണ് നമ്മൾ. ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഇതിൽ പ്രതിഷേധിക്കുന്നില്ല. അല്ലെങ്കിൽ എല്ലാ വർഷവും ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഈ അന്താരാഷ്ട്ര മാനഹാനിയും നാണക്കേടും കണ്ടിൽ നിന്നടിക്കുക. ഇതെങ്ങനെ പരിഹരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചനകളില്ല. എല്ലാവരും വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ വഞ്ചിക്കുക. അതിലൊരു പാർട്ടിയും വ്യത്യാസമില്ല. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ളവരാണെങ്കിൽ അവർ മനസ്സ് വെച്ചാൽ ഇന്നത്തെ ശാസ്ത്രയുഗത്തിൽ ഒരു 5 വർഷം കൊണ്ട് ദാരിദ്ര്യമില്ലാത്ത എല്ലാവർക്കും ജോലിയുള്ള രാജ്യം ആക്കി ഇന്ത്യയെ മാറ്റിയെടുക്കാൻ കഴിയും. ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയുന്ന ഞങ്ങൾക്ക് ഇത് രാഷ്ട്രീയ പാർട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല. കാരണം അവർ നമ്മൾ പറയുന്നത് കേൾക്കാൻ തയ്യാറല്ല. അവർ സർവജ്ഞരാണെന്നാണ് അവരുടെ ധാരണ. അപ്പം നമുക്ക് ഈ തരം കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കണം, നിങ്ങളെയൊക്കെ അറിയിക്കണം. നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് പുതിയൊരു ഇന്ത്യ സാധ്യമാണ്. ഒരു വെൽഫെയർ സ്റ്റേറ്റാക്കി ഇന്ത്യയെ മാറ്റിയെടുക്കുക സാധ്യമാണ്, എളുപ്പമാണ്. അതിനെന്തൊക്കെ ചെയ്യണം, അതിന് നമ്മൾ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ എന്തൊക്കെയാണ്, അത് പ്രചരിപ്പിക്കുകയാണ്. ആ മാർഗങ്ങൾ ജനങ്ങളുടെ മുമ്പേ ആകെ അവതരിപ്പിക്കുകയാണ് ഈ ചാനലിൻ്റെ യഥാർത്ഥ ലക്ഷ്യം, ഞങ്ങളുടെ ഉദ്ദേശമാണ്. ഇതിൽ നിങ്ങളുടെ പിന്തുണയും നിങ്ങളുടെ സഹകരണവും മാത്രമേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. കാരണം രാഷ്ട്രീയ പാർട്ടികൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല. അവർ ഇവരുടെ ചെറിയ ആളുകൾ പറഞ്ഞാൽ അവർ കേൾക്കരുത്. അവർ സർവജ്ഞരാണെന്നാണ് അവരുടെ ധാരണ. സർവജ്ഞരായ ഈ രാഷ്ട്രീയ പാർട്ടികൾ നരേന്ദ്രമോദി ആയിക്കോട്ടെ, രാഹുൽ ഗാന്ധിയുടെ മുൻഗാമികളായിക്കോട്ടെ, 78 വർഷം ഇന്ത്യ മാറി മാറി ഭരിച്ചിട്ടും യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ഈ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പരിഹരിക്കാൻ കഴിയില്ല? പരിഹരിക്കാൻ അവർക്ക് മനസ്സുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുമല്ലെങ്കിൽ അത് പരിഹരിക്കേണ്ടത് എങ്ങനെയാണെന്നതിനെപ്പറ്റി അവർക്ക് അറിയില്ല. അവരാ രൂപത്തിൽ ചിന്തിക്കുന്നില്ല. അവരെ ആ രൂപത്തിൽ ചിന്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കണമെങ്കിൽ ജനകീയമായ അഭിപ്രായ രൂപീകരണം, ജനകീയ ഡിമാൻഡുണ്ടാകും. ജനങ്ങൾ എല്ലാ ഭാഗത്തും ഇത് ആവർത്തിച്ച് പറയണം. ഇന്ത്യയെ ഒരു വെൽഫെയർ സ്റ്റേറ്റാക്കി മാറ്റണം. അല്ലെങ്കിൽ ഞാൻ ആദ്യത്തെ ഈ വീഡിയോയിൽ പറഞ്ഞ ഒരു മുദ്രാവാക്യമുണ്ട്, യൂറോപ്യൻ മോഡൽ സോഷ്യലിസം ഇന്ത്യയിലും ഉടനെ നടപ്പിലാക്കണം, യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കണം. നമ്മൾ ഈ അന്താരാഷ്ട്ര മാനഹാനിയും നാണക്കേടും ഇനിയും സഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ തയ്യാറല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും ഇത്തരം ഒരു ഡിമാൻഡ് ഉയർന്നു വരണം. നമ്മൾ ആർഷഭാരത സംസ്കാരം എന്നൊക്കെ വീമ്പ് പറഞ്ഞാൽ പോരാ. നരേന്ദ്രമോദി വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നെഹ്റു കുടുംബം ഇന്ത്യ ഇത്രയും കാലം ഭരിച്ചു എന്നുള്ള പാരമ്പര്യത്തിൽ അഭിമാനിച്ചിട്ട് കാര്യമില്ല. ദാരിദ്ര്യം ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊരു നഗ്ന സത്യമാണ്. അതിന് പുറകിൽ പല കാരണങ്ങളുണ്ട്. നമ്മുടെ സാമൂഹ്യ മനഃശാസ്ത്രത്തിൻ്റെ പ്രശ്നമുണ്ട്. അത് മാറ്റിയെടുക്കണം. അത് മാറ്റിയെടുക്കാൻ വഴികളുണ്ട്, എളുപ്പ വഴികളുണ്ട്. ആ എളുപ്പ വഴികൾ ജനങ്ങളെ അറിയിക്കണം. നമ്മൾ പറഞ്ഞ പത്രങ്ങൾ അത് ഇടില്ല. അതുകൊണ്ട് നിങ്ങളറിയണം. നിങ്ങളെന്ന് പറയുമ്പോൾ മലയാളികളെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തത്.
മലയാളികൾ ഇന്ത്യയിലെ ഏറ്റവും വികസിച്ച സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ എല്ലാ കാര്യത്തിലും എല്ലാ മാനദണ്ഡത്തിലും ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നതിനാണ് നമ്മൾ മലയാളികൾ. നമ്മൾ മലയാളികൾ മനസ്സ് വെച്ചാൽ ഇതിന് മാറ്റമുണ്ടാക്കാൻ കഴിയും. അതിൻ്റെ കാരണം നമ്മൾ മലയാളികൾ ഇന്ത്യയിലെമ്പാടും കുടിയേറി പാർത്തിട്ടുള്ളവരാണ്, അനുഭവ സമ്പന്നരാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും കുടിയേറി പാർക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ഇന്ത്യയിലെ മൂന്നാമത്തെ ജനവിഭാഗമാണ്. ഒന്നാമത്തെ ജനവിഭാഗം സിഖുകാരാണ്, പഞ്ചാബികൾ. അവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കുടിയേറി പാർത്തവർ. രണ്ടാം സ്ഥാനത്തുള്ളത് നമ്മൾ മലയാളികളാണ്. മൂന്നാം സ്ഥാനത്ത് തമിഴ്നാട്ടുകാരും ഗുജറാത്തികളുണ്ട്. നമ്മളുടെ ആഗോള മലയാളികൾ ആഗോള നിറസാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ അനുഭവ സമ്പന്നരുമാണ്. ഇപ്പം നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന സുഹൃത്തുക്കൾ മലയാളികൾ സാധിക്കുമെങ്കിൽ ഇന്ത്യയെ ഒരു വെൽഫെയർ സ്റ്റേറ്റാക്കി മാറ്റിയെടുക്കാനുള്ള ഈ മുദ്രാവാക്യത്തെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയമുള്ള, നിങ്ങൾക്ക് ബന്ധമുള്ള NRIകൾ എവിടേക്കുണ്ടോ അവർക്ക് ഈ ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ അവർ ചിലപ്പം കുറേ ആൾക്കാർ ശ്രദ്ധിക്കും. അന്താരാഷ്ട്ര സമൂഹത്തിലെ മലയാളികൾ, ഇന്ത്യക്കകത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന മലയാളികൾ, കേരളത്തിനകത്തുള്ള പുരോഗമന ചിന്തയുള്ള മുഴുവൻ മലയാളികൾ, അതും നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അടിമകളല്ലാത്ത, ആശ്രിതരല്ലാത്ത മലയാളികൾ ഇത് വ്യാപകമായി ഇത്തരം ആവശ്യങ്ങൾ പ്രചരിപ്പിക്കണം. ഇതൊരു ജനകീയ ആവശ്യമായി വളരണം. അങ്ങനെ വളരുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക്, BJPക്കാകട്ടെ കോൺഗ്രസിനാകട്ടെ, ഈ മുദ്രാവാക്യത്തെ അവഗണിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ജനകീയ അഭിപ്രായം രൂപീകരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ ആ ജനകീയ അഭിപ്രായം ക്രോഡീകരിക്കാനും അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരിക്കുന്നത്. ഡിവൈൻ പൊളിറ്റിക്സ് ഫോർ ന്യൂ ഇന്ത്യ എന്ന ഈ ചാനൽ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്നെ ശ്രമിക്കുന്ന, ഈ രാജ്യം സമ്പൽ സമൃദ്ധമായി തീരണം, ഈ രാജ്യം ഒരു വെൽഫെയർ സ്റ്റേറ്റായി മാറണം, ഈ രാജ്യം ദരിദ്രരുടെ രാജ്യമാണ്, തെരുവുതണ്ടികളുടെ നാടാണെന്നുള്ള ചീത്തപ്പേര് മാറിക്കിടണം എന്ന ആഗ്രഹമുള്ള, പുരോഗമന ചിന്തയുള്ള, നല്ല മനസ്സുള്ള മുഴുവൻ മലയാളികളും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായി ഒരു മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ഈ ചാനലിനെ പരമാവധി പ്രൊമോട്ട് ചെയ്യാനും പരമാവധി മറ്റുള്ള ആളുകളുടെ അടുത്ത് എത്തിക്കാനും അവരുടെ അടുത്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇത് ഷെയർ ചെയ്യാനും നിങ്ങളുടെ NRI ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ഈ കാര്യം അറിയിക്കാനും ഈ ചാനലിൽ ലിങ്ക് അയച്ചു കൊടുക്കാൻ നിങ്ങൾ ജാഗ്രത കാണിക്കണം, ഉത്സാഹം കാണിക്കണം, മുന്നിട്ട് വരണം എന്നാണ് ഞങ്ങൾ ഈ 4ാമത്തെ ചാനലിൽ ഈ എപ്പിസോഡ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. ഇത് നമ്മൾ ജനകീയ ആവശ്യമാക്കി വളർത്തിയെടുക്കാൻ വേണ്ടി നിങ്ങളുടെ മുഴുവൻ മലയാളികളുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് മലയാളികൾക്ക് പലതും ചെയ്യാൻ കഴിയും. മലയാളികൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്നവരാണ്, ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്നവരാണ്. അതുകൊണ്ട് മലയാളികളെ നമുക്കിതിനു വേണ്ടി മുന്നിട്ടിറങ്ങാം. ഒരു പുതിയ കേരളവും പുതിയ ഇന്ത്യയും സമ്പൽ സമൃദ്ധമായ പുതിയൊരു കേരളവും ഇന്ത്യയും നമുക്ക് സാധ്യമാക്കണം. അത് സാധ്യമാണ്. അതിനുള്ള എളുപ്പ വഴികളുണ്ട്. ആ എളുപ്പ വഴികൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ യൂട്യൂബ് ചാനൽ. ഇന്നലെ ഞാൻ അതിൻ്റെ ഒരു എപ്പിസോഡ് പറഞ്ഞിരുന്നു കഴിഞ്ഞ 3ാമത്തെ ചാനലിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗഹൃദ മത്സരങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. സൗഹൃദ മത്സരം എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് വിശദമായ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഞങ്ങൾ ഈ താഴെ കാണിക്കുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക്, ആ വാട്സപ്പ് നമ്പർ ഇതാണ് 9447799340 944-777-9340 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥലവും ദയവ് ചെയ്ത് വാട്സപ്പ് ചെയ്യുക. ഞങ്ങൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ ലിറ്ററേച്ചർ നിങ്ങൾക്ക് പോസ്റ്റർ വഴിയോ അയച്ചു തരാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നതായിരിക്കും. നമുക്ക് സഹകരിച്ച് സമ്പൽ സമൃദ്ധമായ പുതിയൊരു കേരളവും ഇന്ത്യയും സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. അതിന് നിങ്ങളുടെ പിന്തുണകൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.